ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ഞാൻ പതിവ് തെറ്റിക്കുന്നില്ല. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതല്ല ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും കമൻറ്റുകളായിട്ട് അതിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡായിരുന്നു ഇന്നലെ. അത് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ആദ്യമായിട്ട് രണ്ടുപേരുടെ അടുത്ത് സോറി പറയാനുണ്ട്. ഐ ആം ദി സോറി അളിയ, ഐ ആം ദി സോറി അളിയത്തി. ആരെന്ന് മനസ്സിലായില്ലേ? ഒന്ന് നമ്മുടെ അതുൽ സാറും ഒന്ന് നമ്മുടെ ദയാ മാഡവും. എൻ്റെ പൊന്നോ, അവർ കാത്തിരുന്ന സംഗതി ഒന്നും കിട്ടിയിട്ടില്ല. ഭയങ്കര ഹൈപ്പ് കൊടുത്ത് വെച്ചുകൊണ്ടിരുന്നതാണ് രേണുസുധിയുടെ കാര്യത്തിൽ. എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഇതിന് തൊട്ട് മുമ്പത്തെ ഇട്ട വീഡിയോ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണുസുധി ബിഗ് ബോസ് സീസൺ 7 ചെന്ന് ഫസ്റ്റ് എലിമിനേഷൻ റൗണ്ടിൽ വന്നു. എനിക്ക് എല്ലാവരും വോട്ടൊന്ന് സഹായിക്കണം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ അതങ്ങ് ഭയങ്കര സ്പ്രെഡായി, ഭയങ്കരമായിട്ടങ്ങ് വൈറലായി. അപ്പോൾ അത് എത്രത്തോളം ഹൈപ്പിൽ കൊണ്ട് ചെന്നിട്ട് രേണുസുധിക്ക് അവിടെ നെഗറ്റീവ് ഉണ്ടാക്കാവോ, ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ല പണിഷ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ച്, പക്ഷേ നടന്നില്ല. അപ്പോൾ ഇന്നലെ ആ കുറച്ച് ഭാഗം നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ അത് ഞാൻ ഇവിടെ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്ക്. ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ കണ്ടു. അത് ഞാൻ നിങ്ങൾക്ക് കാണണോ? രേണു കാണണോ? എന്താ ചിരിക്കുന്നത്? നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യോ ബിഗ് ബോസ്. നമസ്കാരം, ഞാൻ രേണുസുധിയാണ്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് അയച്ചല്ല, എന്റെ ചാനലിൽ നേരത്തെ ഇത് മുൻകൂട്ടി കണ്ടത് എങ്ങനെ ഇടും? കയ്യിൽ പിന്നെ വല്ല ഫോൺ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെ വിട്ട് ചെക്ക് ചെയ്തതാ. അടുത്ത ആഴ്ചത്തെ എടുത്തിട്ടില്ലേ? സത്യം ശരിക്കും നല്ലൊരു പ്രവൃത്തിയാണോ? ഇതുകൊണ്ടൊന്നും ആരും ജയിക്കാനും തോക്കാനും പോകുന്നില്ല. സ്വന്തമായിട്ട് രേണുസുധി അങ്ങനെ ചെയ്തു വെച്ച വീഡിയോ കണ്ടിട്ട് ലാലേട്ടൻ വരെ ഞെട്ടിപ്പോയി. ബിഗ് ബോസ് എന്ന ചരിത്രം ബിഗ് ബോസ് സീസൺ 7 വന്നു. ഇതുപോലെ ഒരു കണ്ടസ്റ്റൻസിന് അത്ര ധൈര്യം ഉണ്ടായിട്ടില്ല. കാരണം ബിഗ് ബോസിൽ കയറുന്നതിന് മുന്നേ സ്വയം ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ എലിമിനേഷൻ ആവുമെന്ന് പ്രഡിക്ഷൻ ചെയ്ത് അതിന് വോട്ട് ചോദിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ട് ഇന്ന് വരെ ഒരു ബിഗ് ബോസിന്റെ ചരിത്രത്തിലില്ല. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം രേണുസുധി തൂക്കി. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, മാന്യമായ ഭാഷയിൽ, നല്ല സഭ്യമായ ഭാഷയിലാണ് ലാലേട്ടൻ അത് അവതരിപ്പിച്ചത്. കാരണം രേണുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി അടുത്ത എലിമിനേഷൻ റൗണ്ടിലും അടുത്ത ആഴ്ചത്തേക്കും വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ടോ, അതിൻ്റെ അടുത്ത ആഴ്ചത്തേക്കും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിച്ച്. അപ്പോൾ രേണുസുധി ഇല്ലെന്ന് പറഞ്ഞു. അത് വലിയ പണിഷ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. ലാലേട്ടൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്, അത് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നു. ഈ പിന്നെ വോട്ട് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും അതിനകത്ത് എത്രത്തോളം നല്ലോണം കളിക്കുന്നു അവർക്കാണ് വിജയം. അതിനോട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ദയയും അതിലും വിചാരിച്ചതുപോലെ യാതൊരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇന്ന് രാവിലെ അതിലിട്ടിരിക്കുന്നതിൻ്റെ ക്യാപ്ഷൻ നിങ്ങളെല്ലാവരും വായിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഇത് ഫോളോ ചെയ്യുന്നവർ. ലാലേട്ടൻ എന്നെ വഴക്ക് പറയാൻ, ലാലേട്ടൻ എൻ്റെ തന്തയാണോ, ലാലേട്ടനെ പച്ച തെറി വിളിച്ചു. എൻ്റെ പൊന്നോ, നീ രേണുസുധിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ച. കാരണം ഈ രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ എങ്ങനെ ജീവിക്കുമായിരുന്നു? കാരണം ഇപ്പോൾ പുതിയതായിട്ട് വേറൊന്നും കിട്ടുന്നില്ലെങ്കിൽ പഴയത് തോണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടാണ് വീണ്ടും വീഡിയോ ഇട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് അടുത്തൊരു വീഡിയോ വരുന്നത് ദയാ അച്ചുവിനുള്ളൊരു വീഡിയോ ആണ്. അത് കഴിഞ്ഞ് ഈ അതുൽ ചേട്ടൻ്റെ കുറച്ച് കാര്യങ്ങൾ, അവന് മാത്രം ലോകത്തുള്ള എല്ലാവരെയും എല്ലാം പറയാം, എന്ത് വേണമെങ്കിലും പറയാം. വീട്ടിലിരിക്കുന്ന അച്ഛനെയും പറയാം, അമ്മയും പറയാം, എല്ലാവരെയും പറയാം. അവൻ്റെ വീട്ടിലിരിക്കുന്നവരാരും പറയാൻ പാടില്ല. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ അക്ബർ രേണുസുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിനെ കുറിച്ചാണ് അടുത്ത ചോദ്യം ലാലേട്ടൻ ചോദിച്ചത്. അത് ശരിയാണോ അക്ബറെ എന്ന് ചോദിക്കുന്നതിന് മുന്നേ അവൻ മെഴുകി. കാരണം ആ വിളിച്ച് കഴിഞ്ഞ സമയം തൊട്ടേ അവിടെ എത്ര ക്യാമറ ഉണ്ടെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് അയാൾക്ക് പറയാൻ പറ്റും. കാരണം അത്രത്തോളം ക്യാമറയിൽ വന്ന് നിന്നുകൊണ്ട് സോറി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് നല്ല ഭാഷയായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അതല്ല ലാലേട്ടൻ, ഇതല്ല വേണ്ട, അത് ശരിയാണോ അല്ലയോ എന്ന് മാത്രമേ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ലാലേട്ടൻ അത് അവന് കൊടുത്ത പണിഷ്മെൻറ്റ് എന്തായാലും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ ഒരാഴ്ച സമയം, വരുന്ന ഈ ഒരാഴ്ച രേണുസുധിയെ കൊണ്ട് നല്ലത് പറയിക്കുക. അതായത് രേണുസുധിയുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് നടക്കുക. അതാണ് ലാലേട്ടൻ കൊടുത്ത പണിഷ്മെൻറ്റ്. ഓക്കെ, അത് പിന്നെ നമ്മുടെ വളരെ ഫേമസ് ആക്ടർ അപ്പാനി ശരത്ത് ശരിക്കും ലാലേട്ടൻ നല്ല അടിപൊളിയായിട്ട് ശരിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. അനീഷിന് എന്താ പേരാ കിട്ടിയിരിക്കുന്നത്? ലാലേട്ട മുള്ളംപന്നി. എന്താ കണ്ടായിരിക്കും അങ്ങനെ വിളിക്കാൻ കാര്യം? ശരത്താണ് ആ പേരിട്ടത്. പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ ഫൈൻ. പല കാരണങ്ങളുണ്ട്. അല്ല അത് ശരത്, ഞാൻ നിങ്ങളോട് സംസാരിക്കാം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യോ, ശരത് സംസാരിക്കും. സോറി ആലട്ടാ. ഈ അപ്പാനി ശരത്തിൻ്റെ ഈ രണ്ട് എപ്പിസോഡിന് മുമ്പുള്ള എപ്പിസോഡിൽ അപ്പാനി ശരത്ത് പറയുന്നുണ്ട്, ഈ രേണു സുധി, അതായത് ഈ പ്രിഡിക്ഷൻ ലിസ്റ്റ് വന്നതിനകത്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാവരും രേണു സുധി രേണു സുധി രേണു സുധി രേണു സുധി പറയുന്നു. എൻ്റെ പേര് പറയുന്നതിനേക്കാൾ ഉപരി ഈ എൻ്റെ പേര് എന്ന് പറയാൻ ഞാൻ ആരാണ്? അപ്പാനി ശരത്തല്ലേ, അല്ലാതെ അംബാനി ശരത്തൊന്നും അല്ലല്ലോ. ഞാൻ ആരാണെന്ന് ചോദിക്കുക. അപ്പം അതിൽ തന്നെ ഉണ്ട്, ആ ഒരു ഒറ്റ വാക്കിൽ തന്നെ ഉണ്ട് അയാളുടെ അഹങ്കാരം. പ്രേക്ഷകരായ നമ്മളൊക്കെ കണ്ടിട്ടാണ് അപ്പാനി ശരത്തിനെ ഒരു ആക്ട്രസ് ആക്കുന്നതും ഫേമസ് ആക്കുന്നതും ആണോ? അപ്പം നമ്മളെ ഈ പ്രേക്ഷകരായ നമ്മളെയൊക്കെ വെറും ഇതാക്കിക്കൊണ്ടാണ് പറയുന്നത് രേണു സുധി ഇരുന്നത് എൻ്റെ പേരിനേക്കാളും എന്ന ആ എടുത്തു പറച്ചിലുള്ള അഹങ്കാരം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം കോളനി ജനിച്ച് പൊന്തക്കസ ജാതിയാണ്, മറ്റേതാണ്, മറിച്ചാണ്, അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം ഒരു കണ്ടസ്റ്റൻസിനും ഇല്ല. അവിടെ ലൈഫിൽ കയറിയിട്ട് ഉണ്ടാക്കേണ്ട കാര്യം ഒരുത്തനും ഒരവകാശമില്ല. പിന്നെ അനീഷ് പിന്നെ രേണുസുധി കണ്ണടച്ച് ഉറങ്ങി നിറഞ്ഞു. അപ്പോൾ അവിടെ നല്ലോണം ഫയർ ചെയ്ത് ഇല്ല ഞാൻ ഉറങ്ങിയില്ല. ഉറങ്ങുമായിരുന്നെങ്കിൽ പട്ടി ഉറച്ചേനെ. അവൾ ഉറങ്ങിയിട്ടില്ല, കണ്ണടച്ച് എഴുതുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തുറക്കായി ഡി അങ്ങനെയൊക്കെ ഉള്ള വിളി വന്നിട്ട് പറഞ്ഞ് രേണുസുധി പറഞ്ഞ് കോൾ മീ രേണുസുധി, എന്നെ അങ്ങനെ വിളിച്ചാൽ മതിയെന്ന്. അപ്പോൾ എടുത്തു അതിൽ അങ്ങനെ ചോദിക്കുന്നു ആരാണ് ഈ സ്തുതി എന്ന്. പക്ഷെ അതിന് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ അയാളെ പൊങ്കാല ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് ലാലേട്ടൻ വന്ന് ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അയാൾ അനീഷ് എന്ന് പറയുന്ന ആൾ വലിയ ഒരു കൃമിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചുമ്മാ അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് പിടിച്ച് അയാൾ ഒരു വഴിക്ക് കൂടെ അങ്ങ് പോകുക, ബാക്കിയുള്ളവരെ ചൊറിഞ്ഞുള്ള കാര്യം പറയാമല്ലോ. പിന്നെ അതിനകത്ത് വൈൽഡ് കാർഡായിട്ട് ഒരു പുതിയൊരു ഐറ്റത്തിന് ലാലേട്ടൻ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. അത് ആർക്കൊക്കെ 8ന്റെ പണി 9ന്റെ പണിയൊക്കെ കിട്ടുന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. അപ്പോൾ എലിമിനേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ നടക്കാൻ പോകുന്നത് ഇന്നാണ്. അതിൽ ഔട്ടാവും ചെറിയൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. രഞ്ജിത്ത് ഏട്ടനാണ് എലിമിനേഷൻ ആവുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൺഫേം അല്ല, നമുക്കിനി ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ രേണു സുധി അത് കഴിഞ്ഞ് ലാലേട്ടൻ വിളിച്ച് ആ വീഡിയോ ഇട്ടതിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞ് വേറെ പണിഷ്മെൻ്റ് പ്രശ്നമൊന്നും കൊടുത്തില്ല. ഇനി അങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു വാൺ മാത്രമേ ചെയ്തുള്ളൂ. രേണു സുധിയുടെ ഫേസ്ബുക്ക് ID ആയാലും ഇൻസ്റ്റ ആയാലും ഫേസ്ബുക്ക് ആയാലും എല്ലാം പുറത്ത് ആക്റ്റീവ് ആക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഒരു കസിനാണ് കണ്ടത്. എനിക്കറിയത്തില്ല അത് ആരാണെന്ന് അറിയത്തില്ല, കസിനാണ്. അപ്പോൾ രേണു സുധി ഇന്നലെ ക്യാമറ വന്നിട്ട് പറഞ്ഞു, കസിനെ നീ ഇത് കാണുന്നെന്നാണ് എൻ്റെ വിശ്വാസം, കാണുകയാണെങ്കിൽ ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇടരുത്. അപ്പോൾ വീഡിയോസ് അവൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ സംശയമില്ല. കാരണം അവൾക്ക് അറിയാമല്ലോ നമ്മളെ ഈ പുറത്തുള്ള ഹൈപ്പ് എത്രത്തോളം ഇതാണെന്നും എത്രത്തോളം നെഗറ്റീവാണ് തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കമൻസ് എന്നും മീഡിയയിലുള്ള പിന്നെ തൻ്റെ നെഗറ്റീവ് കമൻറ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ രേണുവിനറിയാം. തീർച്ചയായിട്ടും ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസും എല്ലാവരും പരസ്പരം അതിന് വരുന്ന കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് എല്ലാവരും ഉള്ളിൽ കയറുന്നത്. ഒരാളെങ്കിലും എലിമിനേഷൻ റൗണ്ടിൽ തൻ്റെ പേര് പറയും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് രേണുസുധി അങ്ങനെ ഒരു വീഡിയോ ഇട്ട്. അത് ഇന്നലെ ലാലേട്ടൻ്റെ അടുത്ത് അവളെ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ തല പൊന്തി മുളച്ചു വന്ന 2 കൃമികൾ ഇങ്ങനെ ആയിപ്പോയി. അത്രേ ഉണ്ടായിട്ടുള്ളൂ ഇന്നലെ അവിടെ സംഭവം. പിന്നെ ഇന്നലത്തെ ലാലേട്ടൻ വന്ന് ചോദിച്ചതിനെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയൊരു ഹൈ പിച്ചിലൊരുത്തി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ദയ അച്ചു അതിനെതിരെയുള്ള വീഡിയോ ആണ്, അവൾക്കുള്ള റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ഉടനെ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത്. അപ്പം അവളോട് നേരിട്ട് പറയാനുള്ളത് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറയാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആരും മിസ് ചെയ്യരുത്. അതൊന്ന് നിങ്ങളെല്ലാവരും എനിക്ക് ലിങ്കുകൾ അയച്ചു തരുന്നുണ്ട്. ദയ അച്ചുവിനെതിരെ വീഡിയോ ഇടെന്നും പറഞ്ഞുകൊണ്ട്. അത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇടുന്നത് ദയ അച്ചുവിനുള്ള മറുപടിയാണ്. ദയ അച്ചുവിന് മാത്രമല്ല അതിലും ഉണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നതെല്ലാം ശരി, എനിക്കെല്ലാം ചെയ്യാം. അപ്പം ആ ഒരു കാര്യം തന്നെ വേറൊരാൾ ഇവനിക്ക് അനുകൂലം ഇവനെ പിന്നെ മെൻഷൻ ചെയ്ത് പറയുന്നത് അത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആ വീഡിയോ ഇട്ട് അതിനുള്ള മറുപടിയായിട്ട് നമുക്ക് ഉടനെ വരാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.